ഏഴുദിക്കിലും പേരേറ്റ മഹാസാമ്രാജ്യമായ ഈജിപ്തിന്റെ കഴുകന്റെ ദൈവമായ ഫറവോസ് കൽപ്പിക്കുന്നതെന്നാൽ എബ്രായത്തിൽ ഇരിക്കുന്ന ഓരോ ആൺകുഞ്ഞിനെയും തെരഞ്ഞുവിളിച്ച് നൈനദിൽ എറിഞ്ഞുകൊല്ലുവാൻ നാം ഇതിനാൽ കൽപ്പിക്കുന്നു. ഉഗ്രശാസ്ത്രം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ ഇരാതപീഡനവും മരണവും വഹിക്കുന്നുവെന്ന് തെളിയപ്പെടുത്തിക്കൊള്ളുന്നു. നിഷ്ഠൂരമായ ആജ്ഞാനത്തിൽ വീടിനീടാന്തര കയറിയിറങ്ങി എബ്രായരുടെ പുരുഷസന്താനങ്ങളെ കൊന്നുവിടുന്നു. ഏത് നിമിഷവും അവരുടെ വന്നു കയറും. നിന്റെ മകളെ കുഞ്ഞിനെയോ? ഇല്ല, എന്റെ മകനെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. അവൻ എന്റെ പ്രാണനാണ്. മകളെ ജോക്കേബിലെ സൂര്യകർമ്മയുടെ കരുണകളുണ്ട്. 3 മാസക്കാലം നീ അവനെ ഒളിപ്പിച്ചു. ആ മനുഷ്യത്വമില്ലാമോ അത് തിരിച്ചറിയുമ്പോൾ നിന്നെയും അവർ വാഴനിടയാക്കും. അത് കണ്ടു നിൽക്കാനുള്ള മനോധൈര്യം വൃദ്ധനായ പിതാവില്ല. മകളെ അങ്ങേക്ക് ഞാൻ പ്രിയപ്പെട്ടതെന്ന പോലെ എനിക്ക് എന്റെ ഈ മകനെ പ്രിയപ്പെട്ടതാണ്. എന്റെ ഈ ശരീരത്തിൽ പ്രാണന്റെ അവസാനത്തോടെ പൊള്ളുന്നവരെ എന്റെ മകനെ ഞാൻ മരണത്തിൽ വിട്ടുകൊടുക്കില്ല. എനിക്ക് എന്റെ ഈ മകനെ പ്രിയപ്പെട്ടതാണ്. എന്റെ ഈ ശരീരത്തിൽ പ്രാണന്റെ അവസാനത്തോടെ പൊള്ളുന്നവരെ എന്റെ മകനെ ഞാൻ മരണത്തിൽ വിട്ടുകൊടുക്കില്ല. വികാരത്തിന് അടിമപ്പെട്ട് കണ്ണുനീർ പൊഴിക്കാനുള്ള നേരമില്ല. സർവേശ്വരൻ നൽകിയ വിവേകം ഉപയോഗിച്ച് കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ള ഉപായങ്ങൾ ആലോചിക്കും. അമ്മേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ പൊന്നാമനെ രക്ഷിച്ചെടുക്കാൻ അതേ വഴിയുള്ളൂ എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ ഭവനത്തിന്റെ പിന്നാമ്പുറത്തുകൂടി ഒഴുകുന്ന പൂന്തേനരിൽ ചെന്നെത്തുന്നത് ഫറവോയുടെ കൊട്ടാരത്തിന്റെ പിറകിലുള്ള താമര പൊയ്കയിലേക്കാണ്. ഫറവോയുടെ പ്രിയപുത്രൻ ഈ നേരത്താണ് തോഴിമാരൊത്ത് നീരാട്ടിലെത്തുന്നത്. രാജകുമാരി ഹൃദയവിശാലതയ്ക്ക് പേര് കേട്ടവളാണ്. എന്റെ ഈ കുഞ്ഞാങ്ങളെയും നമുക്കൊരു പിള്ളത്തൊട്ടിലാക്കി ഒഴുക്കിവിടാം. അവരവനെ കണ്ടാൽ തീർച്ചയായും അവനെ സംരക്ഷിക്കും. എന്ത് അസംബന്ധമാണ് മകളെ നീ പറയുന്നത്? കുഞ്ഞിനെ ഒഴുക്കി വിടുകയോ? നിന്റെ മകൾ ബുദ്ധിമതിയാണ്. അവൾ പറഞ്ഞതുപോലെ പ്രവർത്തിക്കും. അതല്ലാതെ മറ്റു പോകഴികളൊന്നുമില്ല. യഹോവയുടെ കരുണാകടാക്ഷങ്ങൾ അവനെ ഏൽപ്പതിക്കും. രാജകുമാരിയുടെ സുന്ദര കൺകോണുകളിൽ അവൻ ചെന്നുവിടും. തക്കിച്ചു നിൽക്കാൻ നേരമില്ല. വേഗം പേര് കൊടുക്കും. വാനമേഘങ്ങളിൽ വാളരുന്ന ശക്തി സ്വരൂപ, എന്റെ ഈ ഓമനപുത്രനെ കാത്തുകൊള്ളണമേ. ഒരു പിള്ളത്തൊട്ടി, അതിൽ 7 അഴകുള്ള ഒരു കുഞ്ഞ്. കഷ്ടം, ആരാണ് അതിനെ ഇങ്ങനെ ഒഴുക്കിവിട്ടത്? വേണ്ട കുമാരി, രാജകൽപ്പന ഭയന്ന് ഏതോ എബ്രായ സ്ത്രീ ഒഴുക്കിവിട്ട കുഞ്ഞാണത്. അതിനെ തൊടേണ്ട. മാറി നിൽക്കൂ. അനുകമ്പയാണ് ഒരു വനിതയ്ക്ക് വേണ്ട ഏറ്റവും വലിയ സമ്പന്നം. എന്നെയും നിങ്ങളെയും പോലെ ഏതോ ഒരു സ്ത്രീ ജന്മം നൽകിയതാണ് ഈ കുഞ്ഞിനെ. എന്തൊരു ഓമനത്വമുണ്ടായ ആൺകുഞ്ഞ്. ഇവനാളെ നിസ്സാരക്കാരനല്ല. കണ്ടില്ലേ, ഒഴുകി വന്ന് നേരെ ഫറവോയുടെ സീമന്തപുത്രിയുടെ കരങ്ങളിലേക്ക് എന്റെ ദത്തുപുത്രനായി വളരും.
സുന്ദരി പെണ്ണെ കുറച്ചുകൂടി താഴെ വെച്ചിട്ട് ഇവിടെ വരും. മിടുക്കി തന്നെ. രാജകുമാരിക്ക് വേണ്ടി ഈ കുഞ്ഞിനെ വളർത്തുവാൻ ഹെബ്രായ കൂട്ടത്തിൽ നിന്നും കുലീനയായ ഒരു സ്ത്രീയെ കണ്ടെത്തുവാൻ നീ ഞങ്ങളെ സഹായിക്കാമോ? എന്റെ പിന്നാലെ ഒരു ചുവടുമായി വരുന്നത് ജ്ഞാനിയായ നതാനിയേലിന്റെ മകൾ ജോക്കേബേത്താണ്. ഈ കുഞ്ഞിനെ അവർ പൊന്നുപോലെ നോക്കിക്കൊണ്ടു. ജ്ഞാനിയായ നഥാനിയേലിന്റെ മകൾ ജോക്കേബേത്ത്, അമ്മരെ കണ്ട നിന്നെ നാം ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു. നമ്മുടെ ദത്തുപുത്രനായ ഈ കുഞ്ഞിനെ നീ മുലയൂട്ടി വളർത്തണം. അവന് പ്രായപൂർത്തിയാകുമ്പോൾ അവനെ നാം കൊട്ടാരത്തിലേക്ക് തിരികെ കൊണ്ടുപോകും. ഇവനെ ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് എടുത്തതാണ്. ഇവനെ നിങ്ങൾ മോശ എന്ന് വിളിക്കുന്നു. ഉത്തരവ് പോലെ കുമാരി. മോശം തന്റെ ജനത്തെ രക്ഷിച്ച് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് നയിക്കുവാൻ ദൈവമായ കർത്താവ് മോശയെ നിയോഗിച്ചു. ഇത് മുതൽ മരമായി മുൾപ്പടകൾ കത്തിച്ചിരിക്കുന്നു. പക്ഷേ അത് ചാമ്പലാകട്ടെ, അതിശയകരമല്ലേ? മോശ, മോശ, ഇതാ ഞാൻ ഇവിടെ തന്നെയുണ്ട്. അടുത്തു വരരുത്. നീ നിൽക്കുന്നിടം പരിശുദ്ധമാണ്. നിന്റെ പാദങ്ങൾ അഴിച്ചു മാറ്റും. ആരാണ്? അങ്ങ് ആരാണ്? ആരാണ് ഈ ശബ്ദത്തിന്റെ ഉടമ? നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവാണ് ഞാൻ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. ഈജിപ്തിലുള്ള എന്റെ ജനതയുടെ ദേശങ്ങൾ ഞാൻ കണ്ടു. അവരുടെ രോദനങ്ങൾ ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. അവരെ അവിടെ നിന്ന് രക്ഷിച്ച് തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് നയിക്കുവാനാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ നീ പുറത്തു കൊണ്ടുവരണം. എന്റെ ദൈവമായ കർത്താവേ, ഞാൻ ഒരു നിസ്സാരനായ ഒരു മനുഷ്യൻ. ഫറവോയുടെ അടുക്കിലേക്ക് പോകുവാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണ്? എനിക്കതിന് കഴിയുമോ? ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. ഈജിപ്തിനെ ഞാൻ പ്രഹരിക്കും. അവർ നിങ്ങളെ വിട്ടയക്കും. എന്റെ കർത്താവേ, അവിടുത്തെ അഭിഷ്ടം എന്നിൽ